നിങ്ങളൊരു വണ്ടിപ്രാന്തനോ ഒരു വണ്ടിപ്രാന്തിയോ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ സ്ഥലം കോയമ്പത്തൂരാണ്, GD കാർ മ്യൂസിയം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കോയമ്പത്തൂർ പോയിട്ട് കാണാൻ വല്ല നട്ടഭ്രാന്തുണ്ടോയെന്ന്. ചില കാര്യങ്ങൾ പോകണമെങ്കിൽ കോയമ്പത്തൂർ ഇങ്ങോട്ട് വരില്ല, ബാംഗ്ലൂർ ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞ പോലെ കോയമ്പത്തൂർ ഇങ്ങോട്ട് വരില്ല, നമ്മൾ കോയമ്പത്തൂർക്ക് പോകണം. പക്ഷേ വന്നു കഴിഞ്ഞാൽ നഷ്ടമല്ല കേട്ടാ. കാറുകളുടെ ചരിത്രം, കാറുകൾ എങ്ങനെയാണ് ഉണ്ടായത്, ഈ ഒരു സ്റ്റേജിൽ നമ്മൾ എവിടെയാണ് വന്ന് നിൽക്കണേന്നുള്ളത് എന്താ പറയുക, കണ്ടു കഴിഞ്ഞാൽ കണ്ണ് മഞ്ഞളിച്ച് പോവാന്ന് പറയില്ലേ. സാധാരണ നമുക്ക് സ്വർണ്ണക്കടയിൽ കയറുമ്പോഴാണ് സ്ത്രീകൾക്ക് മഞ്ഞളിപ്പ് വരാറ്. പക്ഷേ എനിക്ക് ഇവിടുത്തെ കളക്ഷൻ കണ്ടിട്ട്, അവരത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കണം കണ്ടിട്ട് കിളി പാറിയിട്ടാ. നമുക്ക് ഓരോ കാറുകൾ കാണുമ്പോഴേ നമ്മൾ ഈ ഇംഗ്ലീഷ് സിനിമയിൽ കണ്ടിട്ടുള്ള ഒരുപാട് വണ്ടികളും സംഭവങ്ങളൊക്കെ നേരിട്ട് കാണാമെന്ന് പറയുമ്പോൾ അതൊരു രസമുള്ള കാര്യം തന്നെയാണ്. പിന്നെ ഇതിന് ടിക്കറ്റ് ചാർജ് ഉണ്ട്. ഒരാൾക്ക് 75 രൂപ അങ്ങടാൻ തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും ചാർജ് ഉണ്ട്. പക്ഷെ നമ്മൾ പൈസ കൊടുത്താലും നഷ്ടമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കോയമ്പത്തൂർക്ക് ഇത് മാത്രം കാണാനായിട്ട് നമുക്ക് വരാൻ പറ്റുമെന്ന്. കോയമ്പത്തൂർ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഞാൻ ഇതൊരു വീഡിയോ ചെയ്തു എന്നുള്ളൂ. നമ്മൾ പോയ 2-3 സ്ഥലങ്ങളും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചരിത്രം, ഹിസ്റ്ററി, ജോഗ്രഫി, ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ഒക്കെ അവിടെ അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നമുക്കത് കാണാം, നമുക്കത് ഫീൽ ചെയ്യാം. അപ്പോൾ പിള്ളേർ എപ്പോഴും വായിച്ച് മനസ്സിലാക്കാൻ താല്പര്യമുള്ള കുട്ടികളാണ്. എന്നെ സംബന്ധിച്ച് ഒട്ടും ക്ഷമയില്ല. എനിക്കൊരു ആൽബം നോക്കുകയാണെങ്കിലും ഞാൻ പെട്ടെന്ന് മറച്ചു പോകും. അതുപോലെ തന്നെയാണ് ഇവിടെ കയറിയിട്ട് കൂട്ടാ. അവരിങ്ങനെ ഓരോന്ന് ഇങ്ങനെ വായിച്ചും കണ്ടും ഒക്കെ വരാണ്. നിങ്ങൾ നോക്കിയാൽ ജംസ് മിഠായി നിരത്തി വെച്ചേക്കണ പോലെയാണ് കാറുകൾ. കളറ് കണ്ട എൻ്റെ കയ്യിൽ ഇങ്ങനെ തന്നെ നെയിൽ പോളിഷൊക്കെ ഇട്ടാ. പക്ഷേ ഇത് ശരിക്കും ജംസ് മിഠായി വെച്ചേക്കണ പോലെ ഓരോ കാറിൻ്റെ കളർ നോക്കിയേ എന്തൊരു ഭംഗിയുള്ള കളറാണെന്നറിയോ. ഇതിൽ കാണുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഭംഗിയില്ല കേട്ടാ, നേരിട്ട് കാണുമ്പോൾ പൊളി കളറുകളാണ്. അപ്പോൾ ഋതുകുട്ടി അതൊക്കെ വായിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. ഏത് ഇയർ അത് ഉണ്ടാക്കിയ, ആരുണ്ടാക്കിയ, ഏത് നാട്ടിലാണ്, അങ്ങനെ നമുക്ക് എല്ലാം വായിച്ച് നമുക്ക് സെറ്റാക്കാം. ക്ഷമയുള്ളവർക്ക് കേട്ടാ. എന്നെ പോലെ ഇങ്ങനെ ഓടിച്ചിട്ട് കാണുന്നവർക്കാണെങ്കിൽ നിവൃത്തിയില്ല. പക്ഷേ പപ്പയും മക്കളും നല്ല ആസ്വദിച്ച് ഓരോന്നും വായിച്ച് ഇനിയാ വരുന്നുണ്ടായിരുന്നു കേട്ടാ. എനിക്ക് ഈ കളറുകൾ കണ്ടിട്ടേ എന്താ പറയുക, ജാതി സന്തോഷം. ഒരു ജാതി മോഡലും എനിക്ക് പരിചയമുള്ള ഒരൊറ്റ കാറുമില്ലട്ടോ ഇവിടെ. ഋതുക്കുട്ടി വായിച്ചിട്ടും കണ്ടിട്ടും ഓരോന്നും പറയുന്നുണ്ടായിരുന്നു. ആ TV-യിൽ കാണിക്കണത് ഇത് ഈ സാധനം എങ്ങനെ ഓടിക്കുക, പിന്നെ അത് ഈ ചക്രം പോലത്തെ സാധനം നമ്മൾ സിനിമയിലൊക്കെ കാണില്ലേ, ആ സാധനത്തിൻ്റെ വീഡിയോ ഇതുപോലെ ഇങ്ങനെ ഒരുപാട് ഇതിൻ്റെ മുകളിൽ വരുന്നുണ്ട് കേട്ടോ. അതും കൂടി കാണിച്ചു തരാം. ഇതൊന്നും നമ്മളല്ല, ഞാൻ കണ്ടിട്ടില്ലേ, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഈ കാറൊക്കെ ആദ്യമായിട്ടാണ് കാണണം കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഓരോന്ന് പറ്റണതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ വടക്കാഞ്ചേരിയിൽ നിന്ന് ഒരു 3-3.25 മണിക്കൂറിനുള്ളിൽ നമ്മൾ അവിടെ എത്തിയിട്ടാണ്. നമ്മുടെ വണ്ടിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഈ വണ്ടി നോക്കിയാൽ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. വെള്ളത്തിലൊക്കെ ഓടിക്കാൻ തോന്നണത്. നമ്മൾ ഈ പെരുന്നാൾക്കൊക്കെ പോകുമ്പോൾ കാറുകൾ ഇങ്ങനെ നിരത്തി വെച്ച് വിൽക്കില്ലേ, അതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഈ വണ്ടി കണ്ടപ്പോൾ എനിക്ക് എന്തിട്ടോ ഓർമ്മ വന്നതെന്നറിയോ, നമ്മുടെ ഹരി നഗർ 2 അതിനില്ല അതിൻ്റെ പേര്, മറ്റേ മുകേഷ്, ജഗദീഷ്, സിദ്ദിഖ്, അശോകനൊക്കെ ആയിട്ടുള്ളത്. അവരാ പാട്ടിലത്തെ വണ്ടി നാശത്തിലേക്കാണ് നിങ്ങളുടെ പോക്ക് നെടുമുടി വേണു പറയില്ലേ. നോക്കിയാൽ ഇതൊക്കെ നോക്കിയാൽ നല്ല രസമില്ല. എൻ്റെ പൊന്നേ, ഈ വണ്ടി കാണുന്ന അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക, എന്താ പറയുക, ഒരു വീട് സെറ്റ് ചെയ്ത പോലെ അത് സെറ്റ് ചെയ്തിരിക്കണേ. എനിക്ക് എടുത്ത് മടുത്തുട്ടോ. അപ്പോൾ ലാസ്റ്റ് ഞാനത് വീഡിയോ എടുക്കാന്ന് വെച്ചിട്ട് മാറ്റി വെച്ചേക്കായിരുന്നു. അവസാനം ഇപ്പം എനിക്ക് വട്ടായി. അപ്പോൾ ബൈജേട്ടൻ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ആളുടെ ഫോണിലുണ്ട് വീഡിയോ. പക്ഷേ എഡിറ്റ് ചെയ്യണ സമയത്ത് ആൾ കടയിലും ഞാൻ വീട്ടിലായ കാരണം തിരക്കുള്ള സമയത്ത് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ എഡിറ്റ് ചെയ്യാൻ തോന്നില്ല, വേറെ മൂടായി പോവും. അതുകൊണ്ട് ഞാൻ വിളിച്ചില്ല. എന്നിട്ട് ഋതുക്കുട്ടിക്ക് പറയാനുള്ളത് അതെന്തിട്ടായിരുന്നു, അതെന്ത് കാറായിരുന്നു? അത് നമ്മൾ കാണിച്ചു കൊടുക്കാൻ പോകണുള്ളത്. നമ്മൾ സസ്പെൻസ് ആദ്യമേ പൊളിക്കരുത്. അവർക്ക് ഇങ്ങനെ കാട്ടി കൊടുത്തിട്ട് വേണം വരാൻ. അപ്പോൾ ഇതിൻ്റെ പുറകിൽ നിറച്ചിങ്ങനെ അതിൻ്റെ ചരിത്രങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ വണ്ടി ഇങ്ങനെ ഓടും അങ്ങനെ ഓടും എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നിങ്ങൾ വല്ലവരും ശ്രദ്ധിച്ചാൽ ചില്ലിൻ്റെ മുകളിൽ, ചില കാറിൻ്റെ ചില്ലിൻ്റെ മുകളിൽ ഓരോ പടങ്ങൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനത് വർത്തമാനത്തിൻ്റെ ഇടയിൽ ശ്രദ്ധിച്ചില്ല. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചേ, നമ്മൾ പിന്നെ മന്ദബുദ്ധിതരാണല്ലോ വിചാരിക്കുക എവിടെ പോയാലും. ഞാൻ ആദ്യം വിചാരിച്ചു ആ കാറുണ്ടാക്കിയ ആൾക്കാരാണ്. അല്ല, ഈ കാറ് ഡൊണേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ഫോട്ടോ ആണ് അവർ ചില്ലുമ ഒട്ടിച്ച് വെച്ചിരിക്കണം കേട്ടോ. അപ്പം ഞാൻ അങ്ങനെയൊക്കെ വിചാരിക്കും. തെറ്റ് പറയാൻ പറ്റില്ല. അങ്ങനെ പല കാര്യങ്ങളും ഞാൻ വിചാരിക്കും. അപ്പം ഇങ്ങനെ ഈ കാർ കണ്ടപ്പോൾ എനിക്കൊരു നാനോ കാറിൻ്റെ ചായ തോന്നി. പക്ഷെ അത് നാനോ കാർ ആയിരുന്നില്ല എന്ന് തോന്നണം എനിക്ക്. അപ്പം ഇങ്ങനെ നമ്മൾ അടിയിലത്തെ ഫസ്റ്റ് ഫ്ലോർ ഇങ്ങനെ കവർ ചെയ്ത് വരാട്ടാ. ഇതിലാകെ 2 പേർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ കേട്ടോ. വണ്ടി ജാതി ലുക്ക് വണ്ടിയാണ്, പക്ഷെ 2 പേർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പോട്ടെ, മുന്നിലേക്ക് പോട്ടെ. എന്തൊരു ഇഴച്ചിൽ പോലെ
ഇതേത് വണ്ടി ഇത്? ഈ വണ്ടി നോക്കിയാൽ ഈ വണ്ടി BMW ആണ് കേട്ടോ. ആ ചിഹ്നം കണ്ടപ്പോൾ ഋതു പറഞ്ഞതാണ്. അതെ, ഇങ്ങനെ പടം ഒട്ടിച്ച് വെക്കണില്ല, അതാ ഞാൻ പറഞ്ഞത്. ചില വണ്ടിയുടെ മുകളിൽ ഇങ്ങനെ പടം ഒട്ടിച്ച് വെക്കും. അപ്പം നമ്മൾ മന്ദബുദ്ധിയായ കാരണം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഉണ്ടാക്കിയവരുടെ പടം ഞാൻ ഒട്ടിച്ച് വെച്ചിരിക്കണതെന്ന്. വായിച്ചു നോക്കിയപ്പോഴും മനസ്സിലായി. ഈ വണ്ടി നോക്കിയാൽ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ കാർട്ടൂണിലൊക്കെ കാണുന്ന പോലത്തെ, അയ്യോടാ എന്ത് രസമുള്ള വണ്ടിയല്ലേ, നമ്മൾ ഇംഗ്ലീഷ് ഫിലിമിലൊക്കെ കാണുന്ന പോലത്തെ നല്ല രസമുള്ള വണ്ടികളുണ്ട് കേട്ടോ അതുപോലത്തെ. ഈ വണ്ടിനെ കാണുമ്പോൾ തന്നെ അറിയൊരു കുശുമ്പനാന്ന്, എനിക്ക് ഇഷ്ടമായില്ല. അതിൻ്റെ അപ്പുറത്ത് എടുക്കുന്ന വണ്ടി എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല ഭംഗിയുള്ള വണ്ടി. ഇത് കണ്ടപ്പോൾ ഞാൻ അംബാസിഡറാന്ന് പറഞ്ഞിട്ട് അതിനെന്നെ ഇവർ കളിയാക്കി കൊന്നു, വേറെ എന്തോ പേരൊക്കെ ആയിരുന്നു. ഈ വണ്ടി നോക്കിയാൽ ഈ വണ്ടി ഒരെണ്ണം അടച്ചിട്ടും അതിൻ്റെ ഡോർ ഇങ്ങനെ തുറക്കുക എന്നുള്ളതും, ഫ്രണ്ടിൽ നിന്നാണ് ഡോറ് തുറക്കുക, നമ്മളൊക്കെ സൈഡിൽ നിന്നല്ല തുറക്കുക. അതിൻ്റെ അപ്പുറത്ത് മൂട്ടയുടെ പോലത്തെ ഒരു വണ്ടി കണ്ട. ഇതിനും ഒരു കുഞ്ഞു വണ്ടി. ഇതൊക്കെ കാറുകൾ തന്നെയാണ് കേട്ടോ. ഓരോരോ എന്താ പറയുക, ഓരോരോ പ്രോസസ്സിലൂടെ കടന്നു പോയാണ് ഓരോ വണ്ടികൾ ഉണ്ടായി. നമുക്കിങ്ങനെ കാണുമ്പോൾ ഒരു രസം. ഈ വണ്ടി ഒടുക്കത്തെ നീളമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടിപ്പറില്ലേ, ടിപ്പറിനേക്കാളും നീളം കേട്ടാ. എനിക്ക് എൻ്റെ പേരൊന്നും അറിയില്ല ഋതു. ആണോ, എനിക്കറിഞ്ഞൂടാ. അതിൻ്റെ ഫ്രണ്ടും ബാക്കൊക്കെ കണ്ട. ആക്സിഡൻറ്റ് ഉണ്ടായാലും ചെറിയൊരു മുട്ടലുണ്ടായാലും ആർക്കൊന്നും പറ്റില്ല. നല്ല ഫ്രണ്ടും ഉണ്ട്, നല്ല ബാക്കും ഉണ്ട്. പിന്നെ ജീപ്പുകളുണ്ട്. ഇവരിങ്ങനെ ഓരോന്നും സെർച്ച് ചെയ്ത് വരുന്ന ആൾക്കാരാട്ടാ. എന്നെ കൊണ്ട് പറ്റില്ല, എനിക്കതിങ്ങനെ ഓടിച്ചിട്ട് കാണാനേ പറ്റുള്ളൂ. അപ്പോൾ അതേ മുകളിലേക്ക് നമ്മൾ കയറി വന്നു. അപ്പോൾ എന്താണാവോ ഈ കാണുന്ന വണ്ടി ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ തുടക്കത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ കളറും ഇതിൻ്റെ ആ സൈസും അതിൻ്റെ ആ ഒരു തലയെടുപ്പും കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ മുമ്പിൽ നിന്നിട്ട് എനിക്കൊരു ഫോട്ടോ എടുത്തതാന്ന് പറഞ്ഞിട്ട് ഞാൻ ആകെ കൂടി എടുത്തത് ഈ വണ്ടിയുടെ മുമ്പിൽ നിന്നിട്ടാട്ടാ. എനിക്കെന്തോ വണ്ടി ഭയങ്കരമായിട്ട് ബോധിച്ചു എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ബോധിച്ചു. അതിൻ്റെ സീറ്റൊക്കെ വെറുതെ ഈ മരത്തിൻ്റെ പെട്ടി ഉണ്ടല്ലോ അത് മടക്കിയിട്ടുള്ള സീറ്റാണ് കേട്ടോ. ഈ വണ്ടിയുടെ കളർ നോക്കിയാൽ ഈ കാറാന്ന് തോന്നുന്നു സെയിലിന് വെച്ചത്. ഇത് കണ്ടപ്പോൾ ഋതുവിനൊരു ഇടയിളക്കം വന്നു, നമുക്ക് കാറ് മേടിച്ചാലോ എന്നുള്ളൊരു ആലോചനയൊക്കെ വന്നു. ഞാൻ പറഞ്ഞു ലോട്ടറി അടിക്കട്ടെ, നമുക്ക് എന്തായാലും ഇങ്ങോട്ട് തന്നെ കാറ് മേടിക്കാൻ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക മുകളിലത്തെ ഇതും നോക്കി കാണാൻ കേട്ടോ. നല്ല ഭംഗിയുള്ള വണ്ടികൾ, പേരൊക്കെ അറിയണവരുണ്ടാവും. എനിക്ക് പേരറിയാത്ത കാരണം നല്ല ഭംഗിയുള്ള വണ്ടികൾ എന്ന് മാത്രം ഞാൻ വിശേഷിപ്പിക്കണു. നിറയെ ആൾക്കാരും കാണാനുണ്ട് കേട്ടോ. വെക്കേഷൻ ടൈം ആയ കാരണം തന്നെ നിറച്ച ആൾക്കാരും ഉണ്ട്. ഫുള്ള് AC ആണ്, അപ്പം നമുക്ക് പ്രശ്നമില്ല. സമാധാനത്തിൽ എന്ന് വെച്ചാൽ നല്ല ചൂടുണ്ട്. പാലക്കാട് നല്ല ചൂടുണ്ടായിരുന്നു. അതായത് ഒരു സിനി യൂണിറ്റിൻ്റെ വണ്ടിയാണ് കേട്ടോ. അതിൻ്റെ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കാണിച്ചു തരാം. നോക്കിയേ, അന്യഗ്രഹ ജീവികളുടെ പോലത്തെ ഓരോ വണ്ടികൾ. ഇതൊക്കെ ശരിക്കും കാറുകളായിരുന്നു എന്ന് കാണുമ്പോഴേ ഒരു അത്ഭുതം. ആ ചുവന്ന വണ്ടി ഞാൻ മാരുതി 800 എന്ന് പറഞ്ഞു കേട്ടോ. അത് ഞാൻ തോന്നുന്നു, എനിക്ക് മനസ്സിലായ ഒരു വണ്ടിയാണ്. പിന്നെയുള്ള വണ്ടികൾ പിന്നെയും ഞാൻ റോട്ടിൽ കണ്ടിട്ടുണ്ട്. പേരറിയില്ലെങ്കിലും ഒരുവിധം വണ്ടികളൊക്കെ നല്ല കണ്ടുപരിചയമുണ്ട്. പിന്നെ വണ്ടിപ്രാന്തുള്ളവർ തന്നെയാട്ടോ അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുള്ളൂ. പിന്നെ ഇത്തിരി ബുദ്ധിബോധമുള്ളവരും എന്നെ പോലെയുള്ള സാധാരണ വീട്ടമ്മമാരാണെങ്കിൽ അതൊരു കാറ് അല്ലെങ്കിൽ അതൊരു ലോറി അല്ലെങ്കിൽ അതൊരു വണ്ടി അത്രയേ ഉള്ളൂ. ഈ പ്രാന്തുള്ളവരാണ് അതിൻ്റെ മൈലേജ് എത്ര അത് കിട്ടും ഇത് കിട്ടും. ഇവിടെ അപ്പനും മക്കളും അങ്ങനെയാണ്, അവരതൊക്കെ നോക്കും. ഇത് നാനോ എന്ന് പറഞ്ഞു കേട്ടോ. എനിക്കൊരു മാർക്ക് കിട്ടി ഇവിടെ വെച്ചിട്ട്. തെറ്റാണ്ട് ഒരു വണ്ടിയെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്വന്തം പാവപ്പെട്ടവരുടെ വണ്ടിയായ കാരണം, പാവപ്പെട്ടവരൊന്നല്ല കേട്ടോ, 1 ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തു വരുമ്പോൾ അത്യാവശ്യം കാശായി എന്നൊക്കെ അന്ന് ആൾക്കാർ പറയണം കേട്ടിട്ടുണ്ട്. അങ്ങനെ അത് നാനോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇവിടെയൊക്കെ കവർ ചെയ്ത് തിരിച്ചു വരാൻ നാനോ പൊളിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇതൊരു വണ്ടി നോക്കിയാൽ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സെപ്പറേറ്റ് റൂമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ നിരത്തിയിട്ടിട്ടേ എനിക്ക് അവസാനം ഇപ്പോൾ പ്രാന്തായി തുടങ്ങിയിട്ടാന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ക്രേസ് ഉണ്ടെങ്കിലേ രസമുള്ളൂ അതിനെക്കുറിച്ച് അറിയാനും കാണാനൊക്കെ. അല്ലാത്തവർക്ക് ഇതൊക്കെ വണ്ടി അത്ര തന്നെയുള്ളൂ. ഈ വണ്ടി എനിക്കിഷ്ടമായി. ഇത് ഞാൻ റോട്ടിൽ പോണത് കണ്ടുണ്ടെന്ന് തോന്നുന്നു. അതാണോ? ഇത് എൻ്റെ പേരെന്തായിരുന്നു ഋതു? അറിയില്ല. അപ്പം നീ വായിക്കണ്ടായിരുന്നല്ലോ. ഈ വണ്ടി നോക്കി അതിനെന്തൊരു ഫ്രണ്ടാ. അങ്ങനെ അപ്പനും മക്കളൊക്കെ അറ്റം വരെ പോയി തിരിച്ചു വന്നു. കിടക്കണ വൈറ്റ് വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. പുറകിൽ എന്താ പറയുക ഒരു രസമുള്ളൊരു വണ്ടി ഉണ്ടായിരുന്നു. ഈ വണ്ടി നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ നമ്മൾ വണ്ടികളൊക്കെ കണ്ട് ഒരുവിധമൊക്കെ എത്തി തിരിച്ചു വരാണ് കേട്ടോ. തിരിയൂ ക്യാമറ തിരിക്കട്ടെ. ക്യാമറ എന്താ തിരിയാത്ത? അപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കണത് പണ്ടത്തെ കാരവനാന്ന് തോന്നുന്നു കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയാന്ന് വിചാരിക്കുക. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ ഈ വണ്ടി ഇങ്ങനെ തിരിച്ച് ഡാർക്ക് റൂം, എഡിറ്റ് റൂം, ഇതെന്നൊക്കെ പറഞ്ഞ് തിരിച്ചുണ്ട്. സ്റ്റുഡിയോ ആണ്. പക്ഷെ നമുക്ക് കാണുമ്പോൾ എന്താ പറയുക, പണ്ടത്തെ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടം തോന്നില്ലേ. ഇതേ സ്റ്റുഡിയോൻ്റെ പേര് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ സഞ്ചരിക്കുന്ന എന്തെന്നാ പറയുക,
സഞ്ചരിക്കുന്ന മാവേലിയാണ് ഞാൻ കണ്ടിരിക്കണത്. നിങ്ങൾ എന്തെങ്കിലും സഞ്ചരിക്കണം കണ്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ. അപ്പോൾ സഞ്ചരിക്കുന്ന സ്റ്റുഡിയോ കോയമ്പത്തൂരുള്ളത്. അപ്പോൾ നമ്മളിപ്പോഴാണ് സീറ്റൊക്കെ നല്ല പക്ക സാധനങ്ങൾ വന്നാലേ. പണ്ടൊക്കെ വണ്ടിയിലെ സീറ്റൊക്കെ നല്ല അടിപൊളി മരങ്ങളാണ് കേട്ടോ. അതാ കയറി പോണ പടി കണ്ടോ, സൂപ്പർ മരട്ടിട്ടാണ് ചെയ്തിരിക്കണേ. ഈ സൈഡിൽ എഡിറ്റിംഗ് റൂം അവിടെ എഴുതിയിട്ടുണ്ട്. ഈ സൈഡിൽ 2 കള്ളിയായിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ. അറ്റത്ത് എന്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അത് അവരുടെ സ്റ്റുഡിയോൻ്റെ പേരാണ് കേട്ടോ. ഉള്ളിലേക്ക് നോക്കി ഞാൻ, മൊത്തം അന്ധകാരം ഇരുട്ടായിരുന്നു, ഒന്നും കാണാൻ പറ്റിയില്ല. ചമ്മി നാറി ഇങ്ങോട്ട് തിരിച്ചു പോകുന്നു. അതെ ഡാർക്ക് റൂം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡാർക്ക് ആയിരിക്കുന്നത് അറിയണ കാരണം അതിൻ്റെ ഉള്ളിൽ പിന്നെ എത്തിച്ചു നോക്കാൻ പോയില്ല കേട്ടോ.